ഹലോ ഗൈസ്, ഫിറ്റ്ബൈ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ? ഹലോ ഗൈസ്, ഫസ്റ്റ് ട്രിപ്പില് എമിറേറ്റ്സ് ഹിൽസിലേക്ക് വന്നായിരുന്നു. ഹലോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എമിറേറ്റ്സ് ഹിൽസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ അൽക്കൽ റോഡിലേക്ക് കയറുന്ന, അതായത് എങ്ങനെ വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനെ പറഞ്ഞില്ല. നേരെ നമ്മൾ ഹലോ ഗൈസ്, നമ്മൾ എമിറേറ്റ്സ് ഹിൽസ് പോയി വരുന്ന വഴിയാണ്. പാസഞ്ചർ ഇറക്കി വരികയാണ്. ഫസ്റ്റ് ട്രിപ്പ് എമിറേറ്റ്സ് ഹിൽസിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എമിറേറ്റ്സ് ഹിൽസിൽ നിന്ന് നേരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് ആണ് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അൽക്കൽ റോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുവഴിയാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അൽക്കൽ റോഡിൽ തന്നെ യൂട്ടേൺ അടിച്ചിട്ട് അൽക്കൽ റോഡ് വഴി നേരെ ബിസിനസ് ബേ ക്രോസിംഗ് അങ്ങനെ പോകാൻ, എങ്ങനെ വേണമെങ്കിലും പോകട്ടോ. ഇപ്പം നമ്മളെ റൈറ്റ് സൈഡിൽ JVT യും നമ്മളെ ലെഫ്റ്റ് സൈഡിൽ JVC യും ആണ്. അതായത് ജുമേര ട്രയാങ്കിളും ജുമേര സർക്കിളും രണ്ട് കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്തായാലും യൂട്ടേൺ അടിക്കാം. എന്നിട്ട് അൽക്കൽ റോഡ് വഴി തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകട്ടോ. ഇവിടുന്ന് ഈ ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്തൂം എയർപോർട്ടിലേക്ക് പോവാം. ജബലാലി, അതേമാതിരി തന്നെ DIFC പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഫ് വില്ലേജ് എന്ന ഗോൾഫ് എസ്റ്റേറ്റ്, അതേമാതിരി മോട്ടോർ സിറ്റി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. DIFC അല്ല, എന്താണ് DIP കേട്ടോ. സോറി, മറന്നു. അവിടെ 2-3 വർഷം താമസിച്ചുള്ളതാണ്. ഓർമ്മ കിട്ടുന്നില്ല. ഒരുപാട് ഇൻഡസ്ട്രിയലി എന്താ പറയുക ഫാക്ടറികളും അതേമാതിരി തന്നെ ഒരുപാട് ലേബർ ഏരിയ ഒക്കെ ഉള്ള ഏരിയ ആണ്. അതായത് സിമെന്റ് കമ്പനികൾ, അതേമാതിരി സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്, ഗ്ലാസ്, അതേമാതിരി പെപ്സി, കോലൻ്റെ ഒക്കെ പ്ലാന്റ്, അങ്ങനെ വേണ്ടിയുള്ള ഒരുപാട് ഫാക്ടറികളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ DIP. ഗൈസ്, 2-3 വണ്ടി ബൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ആ റൗണ്ട് അബൌട്ടില് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരുത്തൻ താഴെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് റൗണ്ട് അബൌട്ടിലായതുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റിയില്ല. നമുക്കാണ് അങ്ങനെയുള്ള കേസുകളൊന്നും പോലീസോ അല്ലെങ്കിൽ
ആംബുലൻസ് ഒന്നും വരാതെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ. അത് ഇവിടുത്തെ ഒരു നിയമം അനുസരിച്ചിട്ട് ഭയങ്കര റിസ്ക് ആണ്. റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമ്മൾ ചെയ്യരുത് എന്നാണ്. ഇതേമാതിരി പോലീസോ അല്ലെങ്കിൽ എന്താ പറയുക ആംബുലൻസോ വരാതെ വേറൊരാള് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. ജസ്റ്റ് ആക്സിഡന്റ് ആയിട്ട് വീണ് കിടക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ നമ്മൾ അൽക്കൽ റോഡിലേക്ക് തന്നെ കയറി ഗൈസ്. നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഡിപ്പാർച്ചർ ജോബ് വന്നിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലെ മറ്റേ ഗോൾഫ് എസ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് ഇനി പിക്കപ്പ് ചെയ്യാനുള്ളത്. നമ്മളതിന് ഡിപ്പാർച്ചർ ജോബ് എന്നാണ് കേട്ടോ പറയാം. ഡിപ്പാർച്ചർ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ അറൈവലിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക. നമുക്ക് നിർഭാഗ്യവശാൽ ഈ കാണുന്ന ബ്രിഡ്ജായിരുന്നു കയറേണ്ടത്. അത് കയറാൻ വേണ്ടി കഴിഞ്ഞില്ല. നമുക്ക് അടുത്ത ബ്രിഡ്ജ് കയറിയിട്ട് യൂ ടേൺ അടിക്കണം കേട്ടോ. നമ്മൾ അൽക്കൽ റോഡിൽ നിന്ന് സിക്കിം സ്ട്രീറ്റ് കയറി അവിടുന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഗോൾഫ് എസ്റ്റേറ്റിലേക്ക് പോണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്സായി പോയിട്ടുള്ള ബ്രിഡ്ജ് കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ചുറ്റി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റൈറ്റ് കയറിയിട്ട് നേരെ സിക്കിം സ്ട്രീറ്റ് എടുത്ത് പോകണം കേട്ടോ. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്പോർട്സ് സിറ്റി, അതേമാതിരി തന്നെ അറേബ്യൻ റാഞ്ചേഴ്സ് കമ്മ്യൂണിറ്റി, സ്റ്റുഡിയോ സിറ്റി, നമുക്ക് പോകുമ്പോൾ നമ്മുടെ മിറാക്കിൾ ഗാർഡൻ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരും. ആ റോഡാണ് കേട്ടോ ഇത്. അതേമാതിരി തന്നെ സ്ട്രെയിറ്റ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ദമാക് ഹിൽസ്, മുഡോൺ, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. അതേമാതിരി അൽ ഖുദ്ര, ചെറിയൊരു അബദ്ധം വീണ്ടും പറ്റിയിരുന്നു. ഞാൻ വിചാരിച്ച് ആ ഒരു ബാരിക്കേഡ് കണ്ടപ്പോൾ അവിടുന്ന് പണി പാളി ഗൈസ്. നമുക്കത് അപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള ട്രാക്ക് കൂടെയായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്. റോഡ് പണി കാരണം ചില സമയത്ത് റോഡ് എങ്ങോട്ടാണ് ടേൺ ചെയ്ത് പോകുന്നത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. ഇങ്ങനെയൊക്കെ വേണ്ട. ചെറിയ ചെറിയ തെറ്റുകൾ പിഴവുകളൊക്കെ സംഭവിക്കും ഗൈസ്. അതാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഈ നാവിഗേഷൻ തന്നെ ഒന്ന് കാണിച്ചു തരാം. നാവിഗേഷൻ നേരെ പോയിക്കോട്ടെ എന്നുള്ള ഒരു ലെവലിലാണ് കാണിക്കുന്നത്. എന്തായി
ആരും വിശ്വസിക്കുന്നുള്ള മനസ്സിലായില്ലേ? നാവിഗേഷൻ വരെ വിശ്വസിക്കാൻ പറ്റൂല ഗൈസ്. എന്താ 10 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അടപടലം മോഞ്ചുന്നൊക്കെ തോന്നുന്നു. ഇവിടുന്ന് ഏതായാലും യൂട്ടേൺ അടിക്കണോ? സ്ട്രൈറ്റ് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം വലിയ വില കൊടുക്കേണ്ടി വന്നു ഗൈസ്. വലിയ വലിയ വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എക്സ്പോ റോഡിലേക്കാണ് കയറിയിരിക്കുന്നത്. വേറെ നിവർത്തിയില്ല. 10 മിനിറ്റ് ആണ് സമയമുള്ള. 7 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് നാവിഗേഷൻ പറയുന്നത്. നമ്മൾ പോവാണ്. ഇത് എക്സ്പോ റോഡാണ് കേട്ടോ. നേരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോ സിറ്റി. രക്ഷയില്ല. അപ്പൊ നമ്മൾ തിലാൽ അൽഗാഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് കയറുകയാണ് ഗൈസ്. തിലാൽ അൽഗാഫ് അൽഗുറൈറിൻ്റെതാണോ തോന്നുന്നുണ്ട് കമ്മ്യൂണിറ്റി കേട്ടോ. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് നാട്ടിൽ തുടങ്ങണം നല്ല ആഗ്രഹമുണ്ട്. ഞാനൊരു വലിയ കോടീശ്വരനാവുമ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി തുടങ്ങും ഗൈസ്. ഇതൊക്കെ നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. ഫുള്ള് മണലായിട്ട് കിടക്കുന്ന മരുഭൂമിയിലാണ് ഇവർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വെള്ളവും വളവും കൊടുത്ത് പച്ചപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മളെ നാട്ടിലുള്ള പച്ചപ്പൊക്കെ വെട്ടിമുറിച്ച് നശിപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അറേബ്യൻ ഓറക്സിന്റെ ഒക്കെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ലൈറ്റ് കൊടുത്താണ്ടോ ഗൈസ്. രസമുണ്ട് കാണാൻ. നമ്മൾ ആ ക്ലസ്റ്ററിനുള്ളിൽ കയറി ഗൈസ്. റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. രണ്ടുണ്ട്. വേറൊരു വണ്ടി കിടക്കുന്നുണ്ടല്ലോ ഗൈസ്. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി പാസഞ്ചറിന്
ഒരു വണ്ടി മതി. അതുകൊണ്ട് നമ്മളെ വണ്ടി ക്യാൻസൽ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടിയുള്ള കാരണം അവർക്ക് ബേബി സീറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റേ വണ്ടിയിൽ ബേബി സീറ്റും കാര്യങ്ങളും ഉള്ളത് കാരണം ലഗേജ് ഒരു വണ്ടിയിൽ ഫിറ്റ് ആവുന്ന കാരണം കൊണ്ടും അവർ ഒരു വണ്ടി യൂസ് ചെയ്തു. അപ്പം എൻ്റെ ജോബ് ഇവിടുന്ന് ക്യാൻസലാക്കി തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോവാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് കേട്ടോ. സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ T61 ലെഫ്റ്റ് കഴിഞ്ഞിട്ട് 51 ഉണ്ടോ. നമുക്ക് നേരെ പോകുന്നതായിരിക്കും നന്നാവുക. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ കൽബയിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ രാത്രി വന്നായിരുന്നു. കൽബയിലുള്ള ഒരു ക്ലോക്ക് ടവറാണ് കാണുന്നത്. തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഇവിടെ വേറെ പിക്കപ്പ് ഒന്നുമില്ല. സാധാരണ വരികയാണെന്നുണ്ടെങ്കിൽ പിക്കപ്പ് ഉണ്ടാകാറുണ്ട്. ഇന്ന് പിക്കപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് ദുബായിക്ക് തിരിച്ചു പോവാണ്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഫുജേറ അധികം മൗണ്ടൈൻ ഏരിയകളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയില് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ചെറിയ മൗണ്ടൈൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പം പ്രോപ്പർ ഒരു സിറ്റി എന്ന് പറയാൻ പറ്റൂല. സിറ്റി എന്നൊക്കെ മാറിയിട്ട് കൽബ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത് കേട്ടോ. കൽബ റിംഗ് റോഡാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. പഴയ കാലങ്ങളിലൊക്കെ ദുബായിലേക്കൊക്കെ വരുന്ന പ്രവാസികൾ ഉരു കയറിയിട്ടൊക്കെ ആയിരുന്നു ദുബായിലേക്ക് വരാറുണ്ടായിരുന്നത്. ആ ഒരു ഉരു ഇറങ്ങുന്ന സ്ഥലം ഇവിടെ ഫുജേറയിലുള്ള കൂർഫക്കാനിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട് ഇവിടെ. പഴയ പദ്യമാരെയൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫുജേറ എയർപോർട്ടിന്റെ ഒരു ബൗണ്ടറിയാണ് കേട്ടോ. ആ ബൗണ്ടറിന്റെ അപ്പുറത്താണ് എയർപോർട്ട് ഉള്ളത്. ഏറ്റവും വലിയ റൺവേ ഉള്ളൊരു എയർപോർട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം സത്യമാണ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ വലിയ സർവീസുകളും കാര്യങ്ങളൊന്നും നടക്കാത്തൊരു എയർപോർട്ടാണ്. കേരളത്തിലേക്കുള്ള ബജറ്റ് എയർലൈൻസ് ഒക്കെ ചില സമയത്തൊക്കെ ചാർട്ട് ചെയ്യല് ഇവിടുന്നാണ്. അതേമാതിരി പിന്നെന്താ, ഈ കോവിഡ് സമയങ്ങളിലൊക്കെ കുറെ ഫ്ലൈറ്റ് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒക്കെ ഇവിടുന്ന് കുറെ പോയിട്ടുണ്ട്. കുറെ മലകളുടെ നടുവിലായിട്ടുള്ളൊരു എയർപോർട്ടാണ്. ഒന്നാമത് ഇരുടാൻ കൊണ്ടാണ് മൗണ്ടൈൻസ് ഒന്നും ഇത്ര കാണാൻ കഴിയാത്ത കേട്ടോ.
നമ്മളങ്ങനെ ദുബായ് റോഡിലേക്ക് കയറി, ദുബായ് ഫുജൈറ റോഡിലേക്ക് കയറിട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഗവൺമെന്റ് ബിൽഡിങ്ങുകളാണ് കേട്ടോ. കോർട്ടുകളും അതേമാതിരി തന്നെ എന്താണ് പോലീസ് സ്റ്റേഷന്, മുനിസിപ്പാലിറ്റി, അതേമാതിരിയുള്ള അവരെ ബിൽഡിങ്ങുകളാണ് ലെഫ്റ്റ് സൈഡ് കണ്ടത്. ഇത് നമ്മൾ നേരെ കയറുന്നത് മൗണ്ടൈനിലേക്കാണ് കേട്ടോ. മൗണ്ടൈൻ കയറിയിട്ടുള്ളൊരു റോഡാണ്, മനോഹരമായിട്ടുള്ള റോഡാണ്. പക്ഷേ രാത്രി ആയ കാരണം, രാത്രിയല്ല, ഇപ്പൊ സമയം ഇവിടെ 4:52 അതിൻ്റെതായിട്ടുള്ളൊരു വെളിച്ചമുള്ളൂ, കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ വേണം കാണുന്നുണ്ട്. മൗണ്ടൈൻസ് ഒന്നും അങ്ങനെ അത്ര വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫുജൈറയിലേക്ക് വന്നത് പാതി ഉറക്കത്തിലായിരുന്നു കേട്ടോ. പാതി ഉറക്കം ആയിട്ട് പാസഞ്ചറും ഉണ്ട്. ഒന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ വരാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫുജൈറ. ഫുജൈറ ഭാഗങ്ങളിലൊക്കെ അധികം വരാൻ ഭയങ്കര താല്പര്യമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഈ ഡ്യൂട്ടി കാരണം നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. വലിയ മൗണ്ടൈൻസ് ആട്ടോ സൈഡിലുള്ള, 2 സൈഡിലും മൗണ്ടൈൻ ആണ്. പക്ഷേ എന്താണ് ഗൈസ് ചെയ്യാൻ, കാണാൻ. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വെളിച്ചുള്ള ദിവസങ്ങളിൽ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നു ഗൈസ്. ഇത് മല തുറന്നിട്ടുള്ള റോഡാണ് കേട്ടോ. അതിനാണ് നീളത്തിലുള്ള പോകുന്ന ഒരു മൗണ്ടൈൻ കട്ട് ചെയ്തിട്ടാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. നമ്മുടെ ഈ റോഡിന് 2 വശങ്ങളിലായിട്ടുള്ളത് ഡെസേർട്ടാണ് കേട്ടോ. അങ്ങനെ നീണ്ടു കിടക്കുന്ന ഡെസേർട്ടാണ്. മണിക്കൂറുകളോളായി, ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറിന് മേലായിട്ടാണ് നമ്മൾ കൽബേന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിൽ എത്തിയിട്ടില്ല, എയർപോർട്ടിൽ എത്തിയില്ല. നമ്മളങ്ങനെ ദുബായിൽ എത്തിയിരിക്കുകയാണ്. വാണിജ്യ സീനിലാണ് കേട്ടോ. വരുന്നുണ്ട്, എയർപോർട്ടിൽ എത്താൻ വേണം, വിശക്കുന്നുണ്ട്. മൊത്തത്തിലൊരു അസ്വസ്ഥത. രാവിലെ തന്നെ ചെറിയ തിരക്ക് തുടങ്ങിയിട്ട്
ആളുകളൊക്കെ ബിസി ആയി തുടങ്ങി. ഈ മുന്നിൽ പോകുന്ന വണ്ടി ഉണ്ടോ, അതൊക്കെ ചൈനേൻ്റെ വണ്ടി കേട്ടോ. ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനീൻ്റെ വണ്ടിയാണ്. മൊത്തത്തിലൊരു സ്പോർട്ടി ലുക്കാണ് കേട്ടോ. വണ്ടി നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നേരെ അറൈവലിലേക്ക് പോവാണ്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവ പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയങ്ങളാണിവ. ഇതിൽ രസനേന്ദ്രിയം എന്നറിയപ്പെടുന്ന നാവിന് മറ്റ് ഇന്ദ്രിയങ്ങൾക്കില്ലാത്തൊരു സവിശേഷതയുണ്ട്. അതെന്താണ് എന്നറിയുന്നതിന് മുമ്പ് മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത നോക്കൂ. കണ്ണ്, ചെവി, മൂക്ക് ഇവയൊക്കെ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ അവയുടെ ജോലികൾ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ള ഒരു കാഴ്ചയെ, ഒരു ശബ്ദത്തെ, ഒരു ഗന്ധത്തെ നമ്മിലേക്ക് എത്തിച്ചു തരും ഈ ഇന്ദ്രിയങ്ങൾ. ഒരു കാഴ്ച കാണേണ്ട എന്ന് കരുതി നമ്മൾ കണ്ണടയ്ക്കുന്നതോ, ഒരു ശബ്ദം കേൾക്കേണ്ട എന്ന് കരുതി കാത് പൊത്തുമ്പോഴോ, ആ മണം വേണ്ട എന്ന് കരുതി മൂക്ക് അടയ്ക്കുമ്പോഴോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ കാഴ്ചയും ശബ്ദവും ഗന്ധവുമെല്ലാം നമ്മിലേക്ക് എത്തിയിട്ടുണ്ടാവും. ത്വക്കിന്റെ കാര്യവും ഏതാണ്ട് അങ്ങനെ തന്നെ. തണുപ്പും ചൂടുമൊക്കെ നമ്മൾ അറിയുന്നതും ഇതുവഴിയാണല്ലോ. എന്നാൽ നാവിന്റെ കാര്യം അങ്ങനെയല്ല. മധുരവും പുളിയും ഉപ്പും കയ്പും ഒക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതായത് മറ്റു ഇന്ദ്രിയങ്ങൾ നമ്മോട് ചോദിക്കാതെ അവരവരുടെ ജോലികൾ ചെയ്യുമ്പോൾ രുചിയാവട്ടെ നമ്മൾ ക്ഷണിച്ചാൽ മാത്രമേ നമ്മിലേക്ക് കടന്നു വരൂ. അതുകൊണ്ട് നമ്മൾ ആരെ ക്ഷണിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നതാണ് ഈ സ്പെഷ്യൽ ന്യൂസിന്റെ കാതൽ. അടിസ്ഥാനപരമായി നാവിന് 5 രുചികളെ തിരിച്ചറിയാനേ കഴിയുന്നുള്ളൂ. അതാണ് പുളി, കയ്പ്, മധുരം, ഉപ്പ്, പിന്നൊന്ന് ഉമാമി എന്ന രുചിയാണ്. ഇതൊരു ജാപ്പനീസ് പദമാണ്. സന്തോഷകരമായിട്ടുള്ള, സ്വാദുള്ള എന്നർത്ഥം വരുന്ന ജാപ്പനീസ് പദമാണ് ഉമാമി. ഇതെന്ത് രുചി എന്ന് ആലോചിക്കുന്നവരോട് എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണമുണ്ട്. നൂഡിൽസ് നമ്മുടെ കുട്ടികൾ കരഞ്ഞുകൊണ്ടാണോ ചിരിച്ചുകൊണ്ടാണോ സന്തോഷത്തോടെയാണോ കഴിക്കുന്നത്? സന്തോഷത്തോടെ അല്ലെ? നൂഡിൽസിൽ അടങ്ങിയിരിക്കുന്ന അജിനോമോട്ടോയുടെ രുചിയാണ് ഉമാമി. ഇതുപോലെ വേറെയും പദാർത്ഥങ്ങളുണ്ട്. 6ാമതൊരു രുചി കൂടി യുഎസിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഒലിയോഗോസ്റ്റസ് എന്നാണ് പേര്. ലാറ്റിൻ ഭാഷയിൽ കൊഴുപ്പിന്റെ രുചി എന്നാണ് ഇതറിയപ്പെടുന്നത്. ലൂക്ക സയൻസ് മാഗസിനിൽ എഴുതുന്നു, 2015 തുടക്കത്തിൽ തന്നെ ഈ കൊഴുപ്പ് രുചിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു പ്രാഥമിക രുചിയായി അംഗീകരിക്കപ്പെടുന്നതിന് നിരവധി കടമ്പകൾ മറികടക്കേണ്ടതുണ്ട്. അതിന്റെ രാസ സ്വഭാവങ്ങളുടെ അനന്യത, സ്വാദമുകളങ്ങളിൽ അതുണ്ടാക്കുന്ന സംവേദനങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി നിർണയിക്കപ്പെടണം. ഈ കടമ്പകളെല്ലാം മറികടന്ന് ഒരു സ്വതന്ത്ര രുചിയായി അല്ലെങ്കിൽ ഒരു മൗലിക രുചിയായി ഒലിയോഗോസ്റ്റസ് അംഗീകരിക്കപ്പെടുന്നത് 2015 ഓഗസ്റ്റ് ആദ്യവാരമാണ്. ഈ രുചി അത്ര ആസ്വാദ്യകരമൊന്നുമല്ല. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ സ്വാദ് കലർത്തി ഉപയോഗിച്ചാൽ മടുപ്പുളവാക്കുന്ന അനുഭവമാണ് അതുണ്ടാക്കുന്നത്. എന്നാൽ വളരെ നേർപ്പിച്ച തോതിൽ ഇത് ആസ്വാദ്യകരമാണ്. കയ്പിനും ഇതേ സവിശേഷതയാണല്ലോ. പാവൽ ഇലയുടെയും കാഞ്ഞിരത്തിന്റെയും കയ്പ് അസഹനീയമാണ്. എന്നാൽ ചോക്ലേറ്റിന്റെയും കാപ്പിയുടെയും എല്ലാം കയ്പ് ആസ്വാദ്യകരവുമാണ്. വെളിച്ചത്തിന്റെ കാര്യത്തിൽ പ്രാഥമിക വർണ്ണങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് സ്വാദിന്റെ കാര്യത്തിൽ ഈ മൗലിക രുചികളും ചെയ്യുന്നത്. ചുവപ്പ്, പച്ച, നീല എന്നിവയാണല്ലോ പ്രാഥമിക വർണ്ണങ്ങൾ. ഈ നിറങ്ങൾ മൗലികമാണ്. മറ്റ് നിറങ്ങളുടെ സംഘാതത്താൽ നിർമ്മിക്കാൻ കഴിയാത്തവയുമാണ്. എന്നാൽ പ്രാഥമിക വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേരുമ്പോഴാണ് മറ്റ് നിറങ്ങൾ ഉണ്ടാകുന്നത്. പ്രാഥമിക രുചികളും ഇങ്ങനെ തന്നെയാണ്. ഇവ മൗലികമാണ്. അതേസമയം ഇവയുടെ വ്യത്യസ്ത അനുപാതത്തിലുള്ള മിശ്രണം ആയിരക്കണക്കിന് രുചികൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. എന്തിനാണ് ഈ രുചിയെക്കുറിച്ച് പറഞ്ഞത് എന്നല്ലേ? സ്വാഭാവിക രുചിക്കുമപ്പുറം രുചിയുടെ അളവ് കൂട്ടാൻ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പോലുള്ള രാസവസ്തുക്കൾ കൂടുതലായി ഭക്ഷണ പദാർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് വലിയ അളവിൽ ആരോഗ്യ പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പുള്ള ആദ്യ ഭാഗമാണ് ഈ രുചി. അടുത്ത ഭാഗത്തിൽ ഇതേ സംബന്ധിച്ച് കൂടുതൽ വിശദമാക്കാം. അതിനു മുമ്പ് ആലോചിക്കേണ്ടത്, ഉറപ്പിക്കേണ്ടത് ഒരു കാര്യമാണ്: രുചി ക്ഷണിക്കാതെ വരുന്ന അതിഥിയല്ല.
ഡിപ്പോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. ജോലിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒരു സൈഡിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടാവും. ഫോർക്ക് ലിഫ്റ്റ് ആണ് കേട്ടോ അത്. അതായത് വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ പൊന്തിക്കുന്നൊക്കെ മെഷീനാണ്. നിങ്ങള് ചില പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ കണ്ടെയ്നർ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുള്ള ഒരു യാർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേമാതിരിയുള്ള യാർഡുകളിലേക്ക് ഈ കണ്ടെയ്നർ അട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. നമ്മളങ്ങനെ ഡിപ്പോയിലേക്ക് കയറി ഫ്യൂൽ അടിച്ചിട്ട് വേണം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ. ഇതൊക്കെ നമ്മളെ 7i കുട്ടന്മാരാണ് കിടക്കുന്നത്. 7 സീരീസ് i കേട്ടോ.